പാകിസ്ഥാൻ നമുക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിന് പാകിസ്ഥാന് നന്ദി പറഞ്ഞേ മതിയാവുകയുള്ളൂ. കാരണം പാകിസ്ഥാൻ ചെയ്ത ഒരു കാര്യം കാരണം നമുക്കൊരു വലിയ ജാക്ക്പോട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാവിയിലുള്ള മിസൈൽ പ്രൊഡക്ഷനും ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആസ്ത്ര മാർക്ക് 2 മാർക്ക് 3 പോലുള്ള മിസൈലുകൾക്കും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദ്യ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? പഞ്ചാബ് പ്രോവിൻസിൽ നിന്നും നമ്മൾ ഇൻടാക്റ്റായി ഒരു PL-15 മിസൈൽ എടുത്തല്ലോ. അത് DRDO ഇപ്പോൾ വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. പഠിച്ചതിന് ശേഷം അതിന്റെ ASA റഡാറിനെ കുറിച്ചും ആന്റി ജാമിംഗ് എക്യുപ്മെന്റ്സിനെ കുറിച്ചും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എയർ ടു എയർ മിസൈൽ കാറ്റഗറിയിൽ വരുന്ന ആസ്ത്ര മാർക്ക് 2, ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആസ്ത്ര മാർക്ക് 3 ഇവയിൽ പല തരത്തിലുള്ള അപ്ഗ്രേഡ്സ് നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ ലോഞ്ച് ചെയ്തതിന് ശേഷം അതിന് പിന്നിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഒരു വശത്ത് പ്രൊപ്പഗണ്ട വാർ നടക്കുന്നു, മറുവശത്ത് രണ്ട് മാധ്യമങ്ങളും മാറി മാറി ഫോൾസ് ക്ലെയിംസ് നടത്തുക. ഇങ്ങനെ ഓൺ ഫീൽഡിൽ നടന്ന ബാറ്റിലിനേക്കാളും സോഷ്യൽ മീഡിയയിൽ നടന്ന യുദ്ധം വളരെ വലുതായിരുന്നു. എന്നാൽ ഇതിലൂടെ ഉണ്ടായ നഷ്ടം, രണ്ട് വിഭാഗത്തിനും ഉണ്ടായ നഷ്ടം, ലാഭം ഇവയൊക്കെ അറിയുന്നതിന് മുൻപ് ടെക്നിക്കൽ വൈസ് നോക്കിയാൽ ഇന്ത്യക്ക് ഒരു വലിയ ജാക്ക്പോട്ട് ലഭിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ റഫേൽ യുദ്ധവിമാനങ്ങൾക്കെതിരെ അയച്ച PL-15 മിസൈൽസിന്റെ റേഞ്ച് കണ്ടെത്തുന്നതിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അടുത്തടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം മാറി. ഈ പ്രശ്നം ഏകദേശം 4 ദിവസം നടന്നു. 2ാം ദിവസത്തിൽ നമ്മുടെ സ്ട്രാറ്റജി പൂർണ്ണമായും മാറ്റി. അതിലൂടെ നമുക്കൊരു വലിയ മുന്നേറ്റം തന്നെ ലഭിച്ചു. ഇങ്ങനെ നോക്കിയാൽ 4 PL-15 മിസൈൽസിന്റെ സ്പെയർ പാർട്സ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായും 2 മിസൈൽസ് ഇൻടാക്റ്റായി തന്നെ ലഭിച്ചു. ഒന്ന് പകുതി കേടുപാടുകൾ സംഭവിച്ച രീതിയിൽ, അത് സെൽഫ് ഡിസ്ട്രക്റ്റ് ആയിട്ടില്ല. മറ്റൊന്ന് പൂർണ്ണമായും ഏതൊരു പ്രശ്നവും കൂടാതെ, ഏതൊരു കേടുപാടും കൂടാതെ നമുക്ക് ലഭിച്ചു. പഞ്ചാബ് പ്രോവിൻസിൽ നിന്നായിരുന്നു ലഭിച്ചത്. ഇത് ലഭിച്ച ഉടൻ തന്നെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഈ മിസൈൽസിലൂടെ ഇന്ത്യ എന്തെല്ലാം ചെയ്യുമെന്ന്. ആദ്യം ഒരു മിസൈൽ നമുക്ക് ലഭിക്കുന്നുവെന്ന് ചിന്തിക്കുക. അതുവഴി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും, ഇതൊരു ടോപ്പിക്. മറ്റൊന്ന്, ഒരു മിസൈൽ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്ത് നമ്മൾ താഴെ ഇറക്കണം. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടവും കോട്ടവും മനസ്സിലാക്കാൻ സാധിക്കൂ. ആദ്യം ഈ PL-15 മിസൈൽസ് താഴെ ഇറക്കുക. അതത്ര സാധാരണ കാര്യം അല്ല. കാരണം ഇന്ന് ലോകത്തിലെ ചില അഡ്വാൻസ്ഡ് എയർ ടു എയർ മിസൈൽ ഈ കാറ്റഗറിയിൽ നോക്കിയാൽ അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ചൈന, ഇന്ത്യ ഇപ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണുള്ളത്. ഇങ്ങനെ ഈ രാജ്യങ്ങൾ അവരുടെ സാങ്കേതിക വിദ്യ വളരെ സീക്രട്ടീവായി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഏതൊരു കാരണവശാലും ഈ ഒരു സാങ്കേതിക വിദ്യ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എയർ ടു എയർ മിസൈൽസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മിസൈലുകളൊക്കെ എക്സ്പ്ലോഡ് ആകും. ഇലക്ട്രോണിക്കലി ജാം ചെയ്ത് താഴെ ഇറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സർഫസ് ടു എയർ മിസൈൽ ആയിക്കോട്ടെ, എയർ ടു സർഫസ് മിസൈൽ, സർഫസ് ടു സർഫസ് മിസൈൽ, ഇവയ്ക്കൊന്നും സെൽഫ് ഡിറ്റോണേഷൻ മെക്കാനിസം അതിൽ ഉണ്ടാവുകയില്ല. താഴെ നിന്നും അയക്കുന്ന ഒരു വിമാന വിരുദ്ധ മിസൈലുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓട്ടോ ഡെറ്റനേഷൻ മെക്കാനിസം ഉണ്ടാകും. അങ്ങനെ നോക്കിയാൽ എയർ ടു എയർ മിസൈൽസ്, വിമാനത്തിൽ നിന്നും വിമാനത്തിനെതിരെ അയക്കുന്ന ഒരു മിസൈലുകളിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓർ സെൽഫ് ഡെറ്റോണേഷൻ എന്ന സ്വയം നശീകരണ സാങ്കേതിക വിദ്യയുണ്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊരു വിമാനത്തിൽ നിന്നും എൻ്റെ ശത്രുക്കളുടെ വിമാനം നോക്കി ഒരു മിസൈൽ അയക്കുകയാണ്. ഇങ്ങനെ അയക്കുന്ന മിസൈൽ ശത്രുക്കളുടെ വിമാനത്തെ നോക്കി പോവുകയാണ്. പ്രത്യേക ഒരു ദൂരത്തിലെത്തി, അതായത് ശത്രു വിമാനം 50 കിലോമീറ്റർ ദൂരത്തിലുണ്ട്. എൻ്റെ മിസൈൽ 35 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയി. അടുത്ത 15 കിലോമീറ്റർ ആ വിമാനത്തെ നോക്കി പോകുമ്പോൾ എനിക്കെതിരെ അവർ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് നടത്തും. അതായത് എന്നിലേക്ക് വരുന്ന സിഗ്നൽസ് എല്ലാം കട്ട് ചെയ്യും, ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന സിസ്റ്റത്തെ കുഴപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ജാമിംഗ് എക്യുപ്മെന്റ്സ് അവർ ട്രൈ ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സെൽഫ് ഡെറ്റോണേഷൻ മെക്കാനിസം ആക്ടിവേറ്റ് ആകും. ഇതെപ്പോൾ ആക്ടിവേറ്റ് ആകുമെന്ന് ചോദിച്ചാൽ, ആ മിസൈൽ സ്പൂഫിംഗ് എൻവയോൺമെന്റിൽ അകപ്പെട്ടു. 80% അത് റിക്കവർ ആകാൻ സാധ്യതയില്ല. ഇതിനുശേഷം മിസൈൽ ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത്രയും പാരാമീറ്റേഴ്സ് അവിടെ റീച്ചായ ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായി ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ അത് പൊട്ടിത്തെറിക്കും. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? ചില സ്പെയർ പാർട്സ് മാത്രമേ താഴെ വീഴുകയുള്ളൂ. അത് വെച്ച് കൂടുതലായും അത് എന്ത് മെക്കാനിസമാണ്, അതിൻ്റെ ജോലി എന്താണ്, അത് ഏത് തരത്തിൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഇതൊന്നും ശത്രുക്കളെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ സെൽഫ് ഡെറ്റോണേഷൻ എന്നത് ഒരു മിസൈലിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഈ PL-15 മിസൈലിനെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ വെപ്പൺ മാർക്കറ്റിൽ മീറ്റിയോർ മിസൈലിന് സമാനമായാണ് ഇതിനെ കാണുന്നത്. കാരണം ഇതിന്റെ റേഞ്ച് മാത്രമല്ല, കപ്പാസിറ്റിയും കൂടുതലാണ്.
കൂടുതൽ മിസൈലുകളും സൂപ്പർ സോണിക് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ ഒരു മിസൈൽ മാർക്ക് 5ഓളം യാത്ര ചെയ്യും. ഹൈപ്പർസോണിക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് തന്നെ വളരെ അഡ്വാൻസ്മെന്റ് ആയ ഒരു കാര്യമാണ്. ശരി, ഇപ്പം നമ്മൾ ഇതിനെ ജാം ചെയ്ത് താഴെ ഇറക്കിയ ഉടൻ തന്നെ ആദ്യം DRDO കൈവച്ചത് ഈ AESA റഡാർ കാറ്റഗറി. സാധാരണ ഇത് നമ്മൾ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിനും ഏർലി വാർണിംഗ് റഡാർസിൽ ഉപയോഗിക്കുന്നതിനും മിസൈൽസിൽ ഉപയോഗിക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു മിസൈലിന്റെ സൈസ് തന്നെ മാക്സിമം ഇത്ര ചെറുതാണ്. അതിനുള്ളിൽ മിനിയേച്ചർ വേർഷൻ AESA റഡാർ വെച്ച് അതിന്റെ ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എൻഹാൻസ് ചെയ്യുമ്പോൾ അതിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും. എന്നാൽ ഇത്രത്തോളം ചെറിയ ഒരു റഡാർ എങ്ങനെയാണ് ഇത്രത്തോളം വർക്കാവുക എന്നുള്ളത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ റഡാർ നെറ്റ്വർക്കിന്റെ ഘടന മനസ്സിലാക്കണം. ഫിസിക്കലിയും സോഫ്റ്റ്വെയർ വൈസ് മനസ്സിലാക്കണം. ഇപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് നോക്കുന്നതിനെ കുറിച്ചുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടിയില്ല. കാരണം ഏതൊരു സർക്കാരും അതിനെക്കുറിച്ചുള്ള ഡാറ്റാസ് പുറത്തുവിടുകയില്ല. അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിലാണ് വലിയൊരു പ്രോസസ്സ് ഉള്ളത്. ഇപ്പോൾ ഫിസിക്കലി അനലൈസ് ചെയ്യുമ്പോൾ അത് ഏത് തരത്തിൽ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യുന്നു, ഏത് തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, മാക്സിമം എത്രത്തോളം ബാൻഡ്വിഡ്ത്ത് ജനറേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ നമുക്ക് യൂസ് ആകുമെന്ന് അറിയണ്ടേ? ഇതുപോലൊരു മിമിക് നമ്മെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് ചൈനയുടെ മിസൈൽ പോലെ നമുക്കൊന്ന് മിമിക് ചെയ്യണം? അല്ലെങ്കിലും ചൈനയുടെ മിസൈൽസിന്റെ റഡാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്കെന്ത് ലാഭമാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഒരു വലിയ നിധി തന്നെയുള്ളത്. സാധാരണയായി ഈ ഒരു മിസൈലിന്റെ റഡാറിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ചൈനയുമായി എന്നാണെങ്കിലും നമുക്കൊരു പ്രശ്നം വരും. ചൈനയുമായി വന്നില്ലെങ്കിൽ കൂടിയും ചൈനയുടെ സഹോദരനായ പാകിസ്ഥാൻ, അവരുമായി നമുക്ക് എന്നാണെങ്കിലും ഒരു പ്രശ്നം വരും. ഇങ്ങനൊരു പ്രശ്നം വന്നാൽ അവർക്ക് വേണ്ടി നാളെ ഫ്രണ്ട് ലൈനിൽ വന്ന് നിൽക്കാൻ പോകുന്നത് ചൈനയുടെ വെപ്പൺ സിസ്റ്റം ആയിരിക്കും. അതും പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ അടുത്തൊരു പ്രശ്നം വന്നു, എസ്കലേഷൻ വന്നാൽ ഗ്രൗണ്ട് ഫോഴ്സസ് കൂടുതലായും യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം വരില്ല. കാലാൾപ്പട നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വരില്ല. അപ്പോൾ പ്രൈമറി ബാറ്റിൽ എന്നത് ഇവിടെ ഏരിയൽ വാർഫെയർ ആണ്. ആകാശത്തിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൽ വിമാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ വിമാനങ്ങൾക്കെതിരെയുള്ള വിമാനവിരുദ്ധ മിസൈലുകളുണ്ട്. എയർ ടു എയർ മിസൈൽ, ആകാശത്തിൽ നിന്നും അയക്കുന്ന മിസൈൽസ്, ഇവയെല്ലാം ഒരു പ്രൈമറി റോൾ തന്നെ അവിടെ പ്ലേ ചെയ്യും. അപ്പോൾ പാകിസ്ഥാന് ചൈന ഒഴികെ മറ്റാരും ഇവിടെ ഒരു മേജർ വെപ്പൺ എക്സ്പോർട്ടറായി മാറില്ല. വരികയാണെങ്കിൽ ഇനി തുർക്കി വരും. തുർക്കിയുടെ പക്കലും പ്രോപ്പറായ എയർ ടു എയർ മിസൈൽ ടെക്നോളജി ഇല്ല. അവർ തന്നെ അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇനി അമേരിക്ക ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ മാറ്റി നിർത്തി നോക്കിയാൽ ചൈന മാത്രമാണ് സോൾ സപ്ലയറായി ഉള്ളത്. ചൈനയുടെ പക്കലുള്ളതിൽ ടോപ്പ് സിസ്റ്റം PL-15 ഈ കാറ്റഗറി ഉണ്ട്, PL-17 ഉണ്ട്. അടുത്ത ഘട്ടം ഇങ്ങനെ വളർന്നുകൊണ്ട് പോവുകയാണ്. ഇവയെല്ലാം നമുക്ക് കംപ്ലീറ്റ് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ മിസൈൽസ് അകത്തേക്ക് വന്നു, അതിനെക്കുറിച്ചുള്ള യാതൊരു ഡേറ്റയും ഇല്ലാത്തപ്പോൾ പോലും നമുക്കതിനെ ജാം ചെയ്യാൻ സാധിച്ചു. 100 കിലോമീറ്റർ അകത്തേക്ക് ട്രാവൽ ചെയ്തതിന് ശേഷം ആ മിസൈലിനെ നമ്മൾ ഇൻഡാക്റ്റായി താഴെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ മിസൈലിനെ കുറിച്ചുള്ള മുഴുവൻ ക്യാരക്ടറും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ മിസൈൽ ഇന്ത്യയുടെ ബോർഡറിനുള്ളിൽ നുഴഞ്ഞ അടുത്ത ചില സെക്കൻഡിൽ തന്നെ നമുക്കതിനെ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും നമ്മുടെ കൈകളിലേക്ക് എടുക്കാൻ സാധിക്കും. ഇതൊന്നാമത്തെ കാര്യം. എന്നാൽ ഈ മിസൈലിനെ കുറിച്ച് ചില പോസിറ്റീവായ കാര്യങ്ങളുമുണ്ട്. എത്ര തന്നെ നമ്മൾ അവരുടെ ടെക്നോളജി ക്രിട്ടിസൈസ് ചെയ്താലും ഈ മിസൈലിലുള്ള AESA റഡാർ സാങ്കേതിക വിദ്യ അത് നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ആസ്ട്ര മാർക്ക് 2വിനേക്കാളും എൻഹാൻസ്ഡ് ആണ്. എന്ന് വെച്ചാൽ എന്തെന്ന് അറിയണ്ടേ? ഈ ഒരു മിസൈൽ, അതായത് ആസ്ട്ര മാർക്ക് 2വിൽ യൂസ് ചെയ്യുന്ന റഡാറിനേക്കാളും ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് അപ്രോച്ചിൽ നമുക്കെങ്ങനെ യൂസ് ആകുമെന്ന് അറിയണ്ടേ? ആസ്ട്ര മാർക്ക് 2 റഡാർ അതിന്റെ ഫ്യൂച്ചർ വേരിയൻസിനെ നമുക്ക് വീണ്ടും അതിനവീനമാക്കാൻ സാധിക്കും. അടുത്തു വരാൻ പോകുന്ന ആസ്ട്ര മാർക്ക് 3യിൽ ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് റഡാർ നമ്മെ കൊണ്ട് നമ്മുടെ സാങ്കേതിക വിദ്യയിൽ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കല്ലിൽ രണ്ട് മാങ്ങ. ഒന്ന് അവരുടെ വെപ്പൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മറ്റൊന്ന് അതിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ വെപ്പൺസ് ടെക്നോളജി വർദ്ധിപ്പിക്കാൻ കഴിയും. അടുത്തുള്ളത് ഇതിലുള്ള ഡുവൽ പൾസ് റോക്കറ്റ് മോട്ടോറാണ്. പൊതുവെ ഒരു എയർ ടു എയർ മിസൈൽ അതിൽ ഒരുപാട് ത്രസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മിസൈൽ ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് അതിൻ്റെ പാത പൂർണ്ണമായും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡുവൽ പൾസ് മോട്ടോഴ്സാണ് ഇന്ന് മാർക്കറ്റിൽ എഫിഷ്യൻ്റായുള്ളത്, ഫ്യൂവൽ എഫിഷ്യൻ്റായ ഒന്ന്. ഇത് ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ സാങ്കേതികവിദ്യ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആസ്ട്ര മാർക്ക് 2വിലും ഇതേ തരത്തിലുള്ള എഞ്ചിൻസാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഡീകോഡ് ചെയ്യാൻ പോകുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് റഡാർ പഠിച്ച് അവസാനിപ്പിച്ചു, ഇനി അതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പോകുന്നുവെന്നാണ് അറിയിപ്പ് വന്നത്. അതിനുശേഷം ഇതിൻ്റെ ഡുവൽ പൾസ് റോക്കറ്റ് മോട്ടോറിലാണ് നമ്മുടെ DRDO കൈവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ PL-15 ഈ മിസൈലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നിധിയാണ് പാകിസ്ഥാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കിപ്പോൾ തന്നെ ഒരു 3-4 മാസത്തിൽ തന്നെ ഇത്രത്തോളം ഡാറ്റാസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഫ്യൂച്ചറിൽ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പോരാത്തതിന് ഈ ഒരു ഡാറ്റ നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ പക്കൽ നിന്നും നമുക്ക് ഒരുപാട് ഇൻപുട്ട് ലഭിക്കും.
ഇതിനെല്ലാം ശരിക്കും പാകിസ്ഥാൻ നമ്മൾ നന്ദി പറഞ്ഞ് മതിയാവുകയുള്ളൂ. അടുത്ത് വീണ്ടും ഏതെങ്കിലും ഒരു 2-3 മിസൈൽസ്, ഇപ്പോൾ J-17, J-10C ഇവയൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണെങ്കിൽ അത് നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ കഴിയും. കാരണം നമുക്കും ഡാറ്റ ആവശ്യമാണല്ലോ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. PL-15 നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു വലിയ ട്രഷർ തന്നെയാണ്. ഇത് പതിയെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകം ചൈനയ്ക്കറിയാം നമ്മൾ എന്തെല്ലാം ചെയ്യുമെന്ന്. ഇതിനെ നശിപ്പിക്കാൻ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യും. ചൈനയ്ക്ക് മിസൈൽ പോയതിൽ വലിയൊരു കാര്യമേ ഇല്ല എന്ന രീതിയിലും അവർ പ്രൊപ്പഗണ്ടാസ് വിടാൻ തുടങ്ങും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഒരു ബ്രഹ്മോസ് മിസൈൽ അതും പാകിസ്ഥാന്റെ പക്കലുണ്ട്. അപ്പോൾ അവരെ കൊണ്ടും അത് ഡീകോഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഡീകോഡ് ചെയ്താൽ നമുക്കും അത് പ്രശ്നമാണ്. പക്ഷേ അതവർ ഡീകോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബേസിനെ എല്ലാം അവർക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് ഏത് രീതിയിൽ അവർ ഡീകോഡ് ചെയ്തു എന്ന് പോലും അറിയില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.